എന്തിനാണ് കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തിയത്? നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ. കാരണം പാപത്തിന് പരിഹാരം ചെയ്യണമെങ്കിൽ രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപമോചനമില്ല. ഹെബ്രായർ 9:22. രക്തം ചിന്താതെ പാപമോചനമില്ല. ഈ പാപമോചനത്തിന് വേണ്ടി രക്തം ചിന്താൻ ആരെ കൊണ്ട് പറ്റില്ല? നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവ് രക്തം ചിന്തി. ഈ ചിന്തിയ രക്തം നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അൾത്താരയിൽ നിന്ന്, അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി എവിടെയാ രക്തം ചിന്തിയേ? കർത്താവ് നമുക്ക് വേണ്ടി എവിടെയാ രക്തം ചിന്തിയേ? കാൽവരിയിൽ രക്തം ചിന്തിയപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലേ? ഉണ്ടോ? ഓക്കെ. കാൽവരിയിൽ ഈശോ രക്തം ചിന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു. കർത്താവ് എത്ര പ്രാവശ്യം രക്തം ചിന്തി? നിങ്ങളൊക്കെ വലിയ ഈശോയുടെ ഫാൻസ് അല്ലേ? ആണോ? മെസ്സി എത്ര പ്രാവശ്യം ഗോൾ അടിച്ചു എന്ന് ചോദിച്ചാൽ പിള്ളേർക്കെല്ലാം അറിയാം. കർത്താവ് എത്ര പ്രാവശ്യം രക്തം ചിന്തി എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. അയൽവക്കത്തെ വീട്ടിൽ ആരൊക്കെ വിരുന്നുകാർ വന്നെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അല്ലേ? CCTVയുടെ ആവശ്യമൊന്നും ചിലപ്പോൾ ഇല്ല. എല്ലാവരും ഇങ്ങനെ കണ്ണു നട്ട് ജനലേക്ക് പുറത്തോട്ട് നോക്കിയിരിക്കും, ആ വീട്ടിൽ എന്നൊക്കെ അനക്കം നടക്കുന്നതെന്ന് അറിയാം. സ്വന്തം വീട്ടിൽ കള്ളം കയറി അറിയില്ല, അപ്പുറത്തെ വീട്ടുകാരുടെ എല്ലാ വിശേഷവും അറിയാം. ഈശോ നിനക്ക് വേണ്ടി എത്ര പ്രാവശ്യം രക്തം ചിന്തി? ഈശോ ചിന്തിക്കുന്ന രക്തമൊന്നും വെറുതെ ഉരുണ്ട് പിടഞ്ഞ് വീണപ്പോൾ കാലിൽ തൊലി പോയതൊന്നുമല്ല. എല്ലാം അതിൻ്റെ വ്യക്തമായ കർത്താവ് രക്തം ചിന്തി 7 പ്രാവശ്യം. ആണ്ട കിടക്കണം, അല്ലേ? അത് എപ്പോഴാണപ്പാ, അല്ലേ? ഏറ്റവും അധികം കർത്താവ് രക്തം ചിന്തിയത് എപ്പോഴാ? ഒന്ന് ചിന്തിച്ചാൽ കിട്ടും. കുഞ്ഞാവയായിരുന്നപ്പോഴാ. പരിച്ഛേദനത്തിന് കർത്താവ് പരിച്ഛേദനം ചെയ്ത്, അല്ലേ? കർത്താവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സർക്കംസിഷൻ ചെയ്തപ്പോൾ, പരിച്ഛേദനം ചെയ്തപ്പോഴാണ് ഇതിന് രക്തം ചിന്തല്ല. ചെറിയ ചിരി വരുന്നു. അയ്യേ, അത് വെറുതെ നേരം പോക്കിന് വേണ്ടി ചെയ്ത കാര്യമല്ല, നമ്മോട് ഒന്നാകുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ? എന്തിനാണ് ഇസ്രായേൽ ജനം പരിച്ഛേദനം ചെയ്തുകൊണ്ടിരുന്നത്? അവർ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടും ദൈവം അവരെ വേർതിരിച്ചെടുത്തതാണെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടും. അപ്പം ആ വരാനിരിക്കുന്ന മിശിഹ നമ്മളിൽ ഒന്നാകുന്നതിൻ്റെ ഫലമായിട്ടാണ് പരിച്ഛേദനം ചെയ്തതും മാമോദീസ മുങ്ങിയതുമൊക്കെ. യോർദാനിൽ വെച്ച് യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, നീ എന്തിനാ മാംസം മുങ്ങുന്നത്? എൻ്റെ വലിയ ആവശ്യമുണ്ടോ? കർത്താവ് പറഞ്ഞു, മര്യാദയ്ക്ക് തന്നെ മാംസം മുക്കും. എന്തുകൊണ്ടാ? പാപം ചെയ്ത മനുഷ്യരാശിയോട് പാപം ചെയ്യാത്ത കർത്താവ് ഒന്നാകുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അത് ചെയ്തത്. അതുതന്നെയാണ് പരിച്ഛേദനത്തിലും സംഭവിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ പ്രാവശ്യം കർത്താവ് രക്തം ചിന്തിയത് പിന്നെ അവസാന ദിവസങ്ങളിലാണ്. ആദ്യത്തെ അനുഭവം ഇവിടെ നമ്മൾ കാണുന്നേ ഗെത്സമൻ തോട്ടത്തിൽ, അല്ലേ? നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും വേണ്ട, എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കർത്താവിന് ടെൻഷനാണ്. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട ചെറുക്കൻ, അല്ലേ? നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിച്ച് ദൈവം അങ്ങനെ വ്യാകുലപ്പെട്ട് അവൻ ചെയ്തു കൂട്ടിയത് ഇങ്ങനെ കൂടിക്കൂടി വരുക. ഞാനും നിങ്ങൾ ഓരോ പ്രാവശ്യം പാപം ചെയ്യുന്നവരും ആരുടെ ടെൻഷൻ കൂടുന്നേ? കർത്താവ് ലോകത്തിൻ്റെ പാപത്തിൻ്റെ വ്യഥകളെ ഓർത്ത് വ്യാകുലപ്പെട്ട് ആ പാപഭാരത്തിന് വേണ്ടി താൻ ബലിയാകുന്നതിൻ്റെ ആഗണി, അല്ലേ? ആ വ്യസനത്തിൽ നിന്നുകൊണ്ട് കർത്താവ് എനിക്കും നിനക്കും വേണ്ടി രക്തം വിയർത്തു. എവിടെ വെച്ച്? ഗെത്സമനിൽ വെച്ച്. അടുത്തത് എവിടെ വെച്ചാ? ഗെത്സമനിൽ നിന്ന് കർത്താവിനെ എങ്ങോട്ടാ കൊണ്ടുപോയേ? പീലാത്തോസിന്റെ അവിടെ വെച്ച് കർത്താവ് ചമ്മട്ടുകളാൽ അടിയേറ്റപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. കർത്താവ് എനിക്ക് വേണ്ടി, നമ്മൾ കുരിശിന്റെ വഴിയിലൊക്കെ വായിക്കുന്നില്ലേ, ഓരോ പ്രാവശ്യം കർത്താവിന്റെ ഓരോ ചമ്മട്ടി അടിയും എന്തിനുള്ളതായിരുന്നു? എൻ്റെ ചന്തിക്കിട്ട് കിട്ടേണ്ട അടിയാണ് കർത്താവിൻ്റെ മുതുകിനിട്ട് കിട്ടിയത്. ഞാൻ ചെയ്ത ഓരോ പാപത്തിൻ്റെയും, ഞാനിത് എണ്ണി ഇങ്ങനെ പറയാൻ കാരണം, നമ്മൾ ഓരോ പ്രാവശ്യവും ഈ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. പാപം ചെയ്യുന്നതിന് മുൻപും പാപവാസനകൾ വരുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ഞാൻ ചിന്തിക്കണം, ഞാൻ ചെയ്യുന്ന ഓരോ പാപവും കർത്താവേക്കുന്ന ഓരോ ചമ്മട്ടിയടിയാണ്, ഞാൻ ചെയ്യുന്ന ഓരോ പാപവും കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ആണിതറയ്ക്കുകയാണെന്നൊരു ചിന്തയുണ്ടാകണം. എവിടുന്ന്? നമ്മൾ രക്തം ചിന്താത്തത് കൊണ്ട് നമ്മൾ കൂളായിട്ട് നടക്കുന്നു. സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ഓരോ പ്രാവശ്യം പാപം ചെയ്യുന്ന ഓരോ സമയം ഒരു ചമ്മട്ടിയടി കിട്ടും, കയ്യിലൊരു ആണിയടി കിട്ടും. എനിക്ക് തോന്നുന്നില്ല 2-3 വർഷത്തേക്കുള്ള പാപം ചെയ്യുമെന്ന്. എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ് പരിഹാരമായിട്ട് രക്തം ചിന്തിയതുകൊണ്ട് ഞാൻ കൂളായിട്ട് നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ നാമഹേതുക തിരുനാൾ എന്താണെന്നറിയത്തില്ലേ? നമ്മുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധൻ്റെ തിരുനാൾ. എൻ്റെ വിശുദ്ധനാരാന്നറിയാവോ? രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ.
കഴിഞ്ഞ ജൂൺ മാസം 1-ാം തീയതി ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കിട്ടിയ എൻ്റെ സന്തോഷത്തിൽ കാര്യജനും കാര്യസ്മാനും പറഞ്ഞു നമുക്ക് ഫീസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കുന്നതിന് തൊട്ട് മുമ്പ് കാര്യജൻ പറഞ്ഞു, അന്നൊരു ജസ്റ്റിൻ മര്യാദയ്ക്ക് ജീവിച്ചത് കൊണ്ട് ഇന്ന് നമുക്ക് കേക്ക് മുറിക്കാൻ പറ്റി. കഴിഞ്ഞ ദിവസം ബിജലച്ചൻ്റെ ഫീസ്റ്റായിരുന്നു. പത്രോസ് പൗലോസ് ലേഖന്മാരുടെ ബിജലച്ചൻ്റെ നാമഹേതുകം പത്രോസാണ്. അന്ന് പത്രോസ് നന്നായിട്ട് ജീവിച്ച് വിശുദ്ധനായതുകൊണ്ട് തന്നെ ഇന്ന് ഫീസ്റ്റ് ആഘോഷിക്കാൻ പറ്റിയില്ലേ? അതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിച്ചത് കൊണ്ട്, നമുക്ക് വേണ്ടി രക്തം ചിന്തിയത് കൊണ്ട് നമുക്ക് കൂളായിട്ട് നടക്കാം. പക്ഷെ അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോഴും കർത്താവിനെ ഞാൻ വേദനിപ്പിക്കുകയാണെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇനി അടുത്തത്, കർത്താവിൻ്റെ തലയിൽ മുൾമുടി വെച്ചപ്പോൾ കർത്താവിൻ്റെ ശിരസിൽ നിന്ന് രക്തം വാർന്നൊഴുകി. നമ്മളുടെ എല്ലാ പാപത്തിൻ്റെയും നിന്ദനം, അപമാനം കർത്താവ് തൻ്റെ ശിരസിൽ ഏറ്റെടുത്തു. അഞ്ചാമതായിട്ട് കുരിശിൻ്റെ വഴിയിൽ കർത്താവ് വിശുദ്ധ ക്ലെയർവോയിലെ വിശുദ്ധ ബെർണാഡിനോട് പറയുന്ന കാര്യമുണ്ട്. കർത്താവ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച മുറിവ് കർത്താവിൻ്റെ തിരുത്തോളിലുള്ള മുറിവായിരുന്നു. കുരിശെടുത്ത് തോളത്ത് വെക്കുമ്പോൾ കർത്താവ് അനുഭവിച്ച ആ ഒരു വേദനയായിരുന്നു കർത്താവ് അനുഭവിച്ച ഏറ്റവും വലിയ വേദനയെന്ന വിശുദ്ധ ബെർണാഡിനോട് കർത്താവ് പറഞ്ഞത്. ഞാനിങ്ങനെ ഫിലോസഫി പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ നമ്മുടെ സെമിനാരിയുടെ തൊട്ടടുത്ത് ഒരു കന്നഡ പാരിഷുണ്ട്. നമ്മൾ MSFS തന്നെയാണ് ആ പാരിഷ് നോക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാ വർഷവും ഈ കുരിശിൻ്റെ വഴി ഇങ്ങനെ ആക്ട് ചെയ്യും, അഭിനയിക്കും. അപ്പോൾ സെമിനാരി വന്ന് ചോദിച്ചു, ഈശോ ആകാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞു. എങ്ങനെയോ ബലിക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എന്നെ പിടിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അന്ന് മുതൽ 3 വർഷം ആ കുരിശിൻ്റെ വഴിയിൽ ഈശോ ആയിട്ട് അഭിനയിക്കണം. അപ്പോൾ ആദ്യത്തെ വർഷം അപ്പോൾ എല്ലാം നല്ല സിനിമയെ വെല്ലുന്ന അഭിനയമാണ് കേട്ടോ. നിങ്ങൾ വെറുതെ ഒന്നും വിചാരിക്കരുത്, ടാബ്ലോ ഒന്നുമല്ല. ഒറിജിനലി ഇങ്ങനെ കുരിശിൻ്റെ വഴിയെ 14 സ്റ്റേഷൻ കുരിശുമായിട്ട് നടന്നു പോകണം. കുരിശ് അപ്പോൾ എടുക്കാൻ ഈശോയ്ക്ക് വേണ്ടി സിസ്റ്റർമാരിങ്ങനെ ഒരു വെള്ളക്കുപ്പായം തുന്നി, അപ്പോൾ തോളത്ത് ഇവിടെ കുരിശ് വെക്കണമല്ലോ. അപ്പോൾ അവിടെ വെക്കുമ്പം നമ്മൾ ഈശോ ഒന്നുമല്ലല്ലോ അപ്പം, അതുകൊണ്ട് നമ്മുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇവിടെ ഒരു സ്പോഞ്ചൊക്കെ വെച്ചാണ് അവർ തുന്നി തന്നത്. എന്നിട്ട് എന്നാണെന്നറിയാമോ, വലിയ തടി കൊണ്ടല്ലോ, നല്ല കിണ്ണം കുരിശാണ്, വലിയ കുരിശാണ്. തലേദിവസം ഇരുന്ന മഴ മൊത്തം അത് നനഞ്ഞു. തലേദിവസത്തെ മഴ മൊത്തം ആ കുരിശ് നനഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ആ കുരിശെടുത്ത് തോളിൽ വെക്കാൻ. എനിക്ക് അഭിനയിക്കേണ്ടി വന്നേയില്ല, എല്ലാം നാച്ചുറലായിരുന്നു, അഭിനയിക്കേണ്ടി വന്നേയില്ല. പടയാളികൾ ഒരാൾ അടിക്കുമ്പോൾ നമ്മൾ അഭിനയിച്ചിങ്ങനെ കുനിയും, എന്നിട്ട് അത് നിവരുമ്പോഴായിരിക്കും അടുത്തയാൾ കുന്തം വെച്ച് കൂത്തുന്നത്. അപ്പോൾ അവിടെ അഭിനയിക്കേണ്ടി വന്നില്ല, എല്ലാം ഇങ്ങനെ വളരെ നാച്ചുറലായിട്ട് പോയി. അപ്പോൾ എനിക്കറിയാം, അത്രയും വെറും 2 പലക ചേർത്തുണ്ടാക്കി വെച്ച ആ കുരിശ് എൻ്റെ തോളിലുള്ളപ്പോൾ അത്രയും ഭാരം അനുഭവിച്ചെങ്കിൽ കർത്താവ് അത്രയും വേദനകൾക്കിടയിൽ ആ കുരിശ് തോളിൽ വെച്ചപ്പോൾ ഉണ്ടായ കർത്താവിൻ്റെ ഏറ്റവും വലിയ പീഡ, കർത്താവ് ദർശനത്തിൽ പറഞ്ഞതാണ്, എൻ്റെ ഏറ്റവും വലിയ വേദന തോളിലായിരുന്നു. കർത്താവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ അടികൾ കിട്ടിയപ്പോഴും ആ കുരിശ് ഇവിടെ ഇരുന്ന് കർത്താവിൻ്റെ തൊലി ഉരിഞ്ഞ് ഇവിടെ വലിയൊരു വ്രണം രൂപപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് കർത്താവ് രക്തം ചിന്തിയത് ഇനിയും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ മിണ്ടത്തില്ല. കുരിശിൽ തറച്ചു, കർത്താവിനെ കുരിശിൽ തറച്ചു. അവസാനമായിട്ട് കർത്താവ് രക്തം ചിന്തുന്നത് കർത്താവിൻ്റെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോൾ. ഈശോയിൽ ഈ ഏറ്റവും പ്രിയമുള്ളവരെ, പിയൂസ് 11 മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് മാനവരാശിയെ മുഴുവനും പാപത്തിൻ്റെ പേരിൽ ശിക്ഷിച്ചത്, നൽകിയ ശിക്ഷ എന്തായിരുന്നു? മഹാപ്രളയം, നോഹയുടെ സമയത്ത് അല്ലേ? അന്നായിരുന്നു കർത്താവ് ഒരു ശിക്ഷയായിട്ട് അത് കൊടുത്തത്, ഒരു മഹാപ്രളയം. അപ്പൊ പിയൂസ് 11 മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട്, മാനവരാശിയുടെ ഇന്നത്തെ പാപം അന്ന് പ്രളയമുണ്ടായിരുന്ന പാപത്തെക്കാളും വളരെ ഭയാനകമാണ്. മാനവരാശി ഇന്ന് കടന്നുപോകുന്ന പാപത്തിൻ്റെ മേഖല അന്ന് പ്രളയത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന പാപത്തേക്കാൾ വളരെ ഭയാനകമാണ്. അതുപോലെ മ്ലേച്ഛതയിലും പാപത്തിലുമാണ് മാനവരാശി ഇന്ന് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ച് നമുക്ക് പോകാം. അപ്പോൾ അതൊരു കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പാപപരിഹാരത്തിനായിട്ട് ഈശോ കുരിശിൽ രക്തം ചിന്തി. ഈശോയുടെ കുരിശിൻ്റെ ഈശോ ചിന്തിയ രക്തത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് കർത്താവ് ചിന്തിയ രക്തത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും ശാസ്ത്രീയമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ അല്ലെ? അത് പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കർത്താവിൻ്റെ രക്തം ഏത് ഗ്രൂപ്പാണ്? AB പോസിറ്റീവ് ആണ്. AB പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ AB പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് ഏത് രക്തവും യൂണിവേഴ്സൽ റിസീവറാണ് AB പോസിറ്റീവ് രക്തം. ഏത് രക്തം അവർക്ക് സ്വീകരിക്കും. കർത്താവ് എപ്പോഴും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാൾ. കർത്താവ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, കർത്താവ് ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ ആരെയും തള്ളിക്കളയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 6:37, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പിന്നീട് ഈ രക്തം ശരീരത്തിൻ്റെ പുറത്തുള്ളൊരു രക്തമല്ല, ജീവനുള്ള
ശരീരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രക്തമായിട്ടാണ് ശാസ്ത്രം. ഇറ്റ്സ് ഇന്റേണൽ ആണ് ആ ബ്ലഡ്, അത് എക്സ്റ്റേണൽ അല്ല, പുറത്തു പോയ ഒരു രക്തമല്ല. ഈ രക്തം എവിടെ നിന്നായിരുന്നു? ഹൃദയത്തിൽ നിന്നുള്ള രക്തമാണ് അല്ലേ. കർത്താവിൻ്റെ തിരുശരീരം പരിശോധിച്ചപ്പോൾ അവരെന്നാ പറഞ്ഞത്? ഇത് മരണവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ പേശിയാണ് ആ മാംസഭാഗം, ആ ശരീരഭാഗം. ശുദ്ധരക്തം പമ്പ് ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ളതാണ് കർത്താവിൻ്റെ രക്തം. കർത്താവിൻ്റെ രക്തത്തിൽ ഒത്തിരിയേറെ പ്രോട്ടീൻസ്, ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻസ്, അതായത് ശരീരം വല്ലാതെ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ ശരീരം ഭയങ്കരമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ രക്തത്തിലുണ്ടായിരുന്നു. ആ രക്തത്തിൻ്റെ പുറം ഭാഗം ഇങ്ങനെ ഇച്ചിരി കൂടി ദ്രാവകം ഇച്ചിരി കൂടി മാറി കട്ട പിടിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലും ആ രക്തത്തിൻ്റെ ഉൾഭാഗം ഇപ്പോഴും ഫ്രഷായിട്ടുമാണ്. ആ രക്തം ഇപ്പോഴും കിനിഞ്ഞുകൊണ്ടിരിക്കുന്നു, എഫ്യൂസിങ്. ആ രക്തത്തിലുള്ള ടിഷ്യൂസ് ഇപ്പോഴും രക്തം, അവർക്കറിയത്തില്ല ഈ രക്തം എവിടെ നിന്ന് പുറപ്പെടുന്നു. ആ രക്തം ഇപ്പോഴും ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രക്തം എഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ശാസ്ത്രം പറഞ്ഞ കാര്യം, നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, രോഗാണുക്കളും വൈറ്റ് ബ്ലഡ് സെൽസ് അതിൻ്റെ അകത്തുണ്ട്, വെള്ള രോഗാണുക്കൾ, എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. വേറൊരു കാര്യം, അതിൻ്റെ DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ ക്രോമസോമുകൾ നിങ്ങൾക്ക് അറിയാം. ഇത് ബയോളജി ക്ലാസ് അല്ല, എന്നാലും ഒരു പുരുഷൻ്റെ ശരീരത്തിലുള്ള ക്രോമസോം ഏതൊക്കെയാണെന്ന് അറിയാമോ? എക്സും വൈയും. എക്സും ആയാൽ സ്ത്രീയാകും, എക്സും വൈയും ആയാൽ. അപ്പം ഈ ലിംഗനിർണയം നടത്തുന്നത് ആരിൽ നിന്ന് പുറപ്പെടുന്ന ക്രോമസോമാണ്? പുരുഷനിൽ നിന്ന്. സ്ത്രീയിൽ ഓൾറെഡി ഉള്ള ക്രോമസോം ഏതാ? എക്സ്. പുരുഷനിൽ നിന്ന് എക്സ് സ്വീകരിച്ചാൽ എക്സ് ആയി കഴിഞ്ഞാൽ അത് സ്ത്രീയാകും. പുരുഷനിൽ നിന്ന് വൈ ആണ് കിട്ടുന്നതെങ്കിൽ XY ആയാൽ അത് പുരുഷനാകും. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ ഈശോയുടെ രക്തം പരിശോധിച്ചെടുത്ത് 2 ക്രോമസോം ഇല്ല, എക്സ് മാത്രമേ ഉള്ളൂ. ഒരു ശാരീരികമായ ഒരു ബയോളജിക്കലായ ഒരു പിതാവ് ഈ വ്യക്തിക്ക് ഇല്ല. ഭൂമിയിലുള്ള ഒരു പിതാവ്, ബയോളജിക്കലായിട്ടൊരു പിതാവ് ഈ വ്യക്തിക്കില്ല. ഉണ്ടെങ്കിൽ അവിടെ എക്സോ XYയോ കാണേണ്ടതായിരുന്നു. എക്സിനെ കൂടുതൽ എന്തെങ്കിലും കാണേണ്ടതായിരുന്നു, പിതാവിൽ നിന്ന് ലഭിച്ചൊരു ക്രോമസോം കാണേണ്ടതായിരുന്നു. അതില്ല, എക്സ് മാത്രമാണ് അതിനകത്തുള്ളൂ. ഓക്കെ, ഇത്രയും നമ്മൾ കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, നമുക്കതിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് സമയം തികയത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തി. എന്താണ് ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഗുണങ്ങൾ? ഈശോയുടെ തിരുരക്തം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു? ഹല്ലേലൂയ. റെഡിയാണോ? ഇനി ബൈബിളൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ റെഡിയാക്കി വെച്ചോ കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഈശോയുടെ തിരുരക്തം നമ്മളെ വീണ്ടെടുത്തു. ഈശോയുടെ തിരുരക്തം നമ്മളെ വീണ്ടെടുത്തു. 1 പത്രോസ് 1:18 തൊട്ട് 20 വരെയുള്ള തിരുവചനങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വചനപ്രഘോഷണ വേദികളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള വചനഭാഗങ്ങൾ കൂടിയാണ്. 1 പത്രോസ് 1. നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടതെന്നാണ് പത്രോസ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചങ്കിനകത്ത് കയറട്ടെ. എല്ലാവരും ഒന്ന് കര ഉയർത്തിക്കുക, വലത് കര ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരോട് കൈ തത്തിക്കോ. ഓരോരുത്തരോടും കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി കൈ തത്തിക്കോ. വ്യക്തിപരമായി വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാ? എന്ത് കൊടുത്തിട്ടാ എന്നെ മേടിച്ചേ? 1 ലക്ഷം, 2 ലക്ഷം? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ഈശോയുടെ രക്തം കൊടുത്ത് മേടിച്ചതാണ് നിന്നെ, എന്നെ. നിന്റെ വില എന്താ? ഞാൻ ഈ പുസ്തകം മേടിക്കാനായിട്ട് കടയിൽ പോയി 10 രൂപ കൊടുത്താൽ ഈ പുസ്തകത്തിന്റെ വില എന്നാ? ഞാൻ എന്ത് കൊടുത്ത് ഇതിനെ സ്വന്തമാക്കുന്നു, അതാണ് അതിന്റെ വില. അപ്പൊ എൻ്റെ വില എന്നാ? നിങ്ങളുടെ വില എന്നാ? ഈശോയുടെ തിരുരക്തം. തിരുരക്തം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഈശോ തന്നെയാണ്. എൻ്റെ വില എത്രയാ? നിങ്ങളുടെ വില എത്രയാ? ഈശോയാണ് എൻ്റെയും നിങ്ങളുടെയും വില. ഇത് പല പ്രാവശ്യം ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ്: നമ്മൾ നമ്മളെ തന്നെ ചീപ്പാക്കരുത്. ഈശോയെ കൊടുത്തല്ലാതെ എന്നെ മേടിക്കാൻ പറ്റത്തില്ല.
പക്ഷെ നമ്മൾ പലപ്പോഴും യൂദാസിനെ പോലെ സ്വയം 30 വെള്ളിക്കാശ് കിട്ടിയാലും അങ്ങ് മറിച്ച് വെക്കാൻ തയ്യാറാണ്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് രൂപം കൊണ്ട വ്യർത്ഥമായ ജീവിത രീതി. എന്താണ് ഈ വ്യർത്ഥമായ ജീവിത രീതി? പാപത്തിന്റെ വഴികൾ. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് രൂപം കൊണ്ട വ്യർത്ഥമായ ജീവിത രീതി, പാപത്തിന്റെ വഴികൾ, അന്ധവിശ്വാസം, വിഗ്രഹാരാധന, ദൈവമല്ലാത്തതിനെല്ലാം നമ്മൾ ലോകത്തിന്റെ വഴിയിൽ പോയി നമ്മൾ നഷ്ടപ്പെട്ടവരായി തീർന്നു. നമ്മൾ എവിടെ നിന്നാ വാങ്ങിച്ച ദൈവം? അതായത് നമ്മുടെ മേൽ ഇപ്പോൾ അധികാരം ആർക്കാ? ഈശോയുടെ രക്തം കൊടുത്ത് മേടിച്ചപ്പോൾ. അതിനു മുമ്പോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. യോഹന്നാൻ 8:44. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. ഓക്കെ, നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. സോ എന്ന് നോക്കിയേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഞാനും നിങ്ങളും എവിടെയൊക്കെ പാപം ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ നമ്മൾ അധികാരം കൊടുക്കുന്നത് ആർക്കാണ്? പിശാചിനാണ്, പാപത്തിനാണ്. ഞാൻ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ യെസ് എന്ന് പറയുന്നത് ദൈവത്തിനോടാണോ പിശാചിനോടാണോ? പാപത്തിനോടാണ്, പിശാചിനോടാണ് യെസ് പറയുന്നത്. ഓരോ പാപവും എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അടിമത്തത്തിലേക്കാണ് ഓരോ പാപവും നയിക്കുന്നത്. അങ്ങനെ പാപം ചെയ്ത് പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് മാനവരാശിയെ രക്ഷിക്കണമെങ്കിൽ പാപത്തിൻ്റെ വേതനം മരണമാണ്. മരണം സംഭവിക്കുന്നിടത്ത് എന്തുണ്ടാവും? രക്തം ചിന്തപ്പെടും. അപ്പൊ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിച്ചെടുക്കണമെങ്കിൽ മോചനദ്രവ്യം കൊടുക്കണം, അല്ലേ? നമ്മൾ ഈ പഴയ സിനിമയിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് എന്നാ പറയും? അല്ലെ, റാംജി റാവു സ്പീക്കിംഗ് ഒന്നും നിങ്ങളാരും കണ്ടിട്ടില്ലേ പണ്ടത്തെ? ജോൺ ഹോനായി എന്ന് ഓർക്കണില്ലേ? എന്ന് പറയും, ആ കൊച്ചിനെ വേണമെങ്കിൽ 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 1 കോടി രൂപ തന്നാലേ കൊച്ചിനെ വിട്ടു തരുവുള്ളൂ. അപ്പം അവർക്ക് ബോധമില്ലാത്തത് കൊണ്ട് അവർ കൊച്ചിന് അത്രയും വില കിട്ടുള്ളൂ, അല്ലെ? അമ്പിളിമാവനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പന്മാരും അമ്മമാരും അമ്പിളിമാവനെ കൊണ്ട് കൊടുക്കും കൊച്ചിനെ കിട്ടാനായിട്ട്, അല്ലേ? കാരണം അത്രയേറെ വിലയുള്ളതാണ്. അപ്പം കർത്താവ് എന്ത് കൊടുത്ത ഈ അടിമത്തത്തിൽ നിന്നും പിശാച് പറ്റിച്ചും പാപത്തിൽ വീഴ്ത്തിയും എന്നെ കൊണ്ടുപോയി അടിമത്തത്തിൽ വെച്ച് എന്നെ കർത്താവ് രക്തം ചിന്തി, ആ രക്തം കൊടുത്ത്, സ്വന്തം ജീവൻ കൊടുത്ത് വീണ്ടെടുത്തു. പാട്ടുകാർക്കല്ലേ, തൻ്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമാക്കി, വീണ്ടെടുത്തു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ആരും ചീപ്പല്ല. നമ്മുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ, എങ്ങനെ ജീവിക്കണം, എവിടെ നിൽക്കണം എന്ന് നമ്മൾ മറന്നുപോകും. നമുക്ക് വിലയുണ്ട്. വളരെ സങ്കടം തോന്നും. ചെറിയ ചെറിയ പിണക്കങ്ങളുടെ പേരിലും പരാജയങ്ങളുടെ പേരിലും പലരും ജീവിതത്തെ ഇങ്ങനെ വല്ലാതെ നിഷ്കരണം നശിപ്പിക്കുന്നത് കാണുമ്പോൾ, ഏതോ ഒരു പെങ്കൊച്ചോ ആങ്കൊച്ചോ എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. 3 മാസം പരിചയമുള്ളൂ, 3 മാസം പരിചയപ്പെട്ടു, ഇഷ്ടമായി, അയ്യോ ചക്രേ കടലെ മുത്തേ മാനെ തേലേന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുക, നീ എനിക്ക് വേണ്ടി ജീവിക്കുക, എല്ലാം പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അടിയായി പിടിയായി, അവർ തമ്മിൽ തെറ്റി. അവളെ നെട്ടിച്ചു പോയി, അവനെ നെട്ടിച്ചു, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എത്ര മാസമായി നിങ്ങൾ പ്രണയത്തിലിട്ട്? 3 മാസം. അപ്പോൾ അതിന് 3 മാസം മുമ്പുള്ള കാലമൊക്കെ നീ ജീവിച്ചിരുന്നിട്ടേ ഇല്ലേ? അപ്പോൾ അത് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പിള്ളേരോട് ചോദിക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സമയം, ഓക്കെ, 1 വർഷം അല്ലെ 2 വർഷം അല്ലെ 3 മാസം അല്ലെ 6 മാസം, അല്ല ഈ ഒരു വ്യക്തിയാണോ നിന്റെ വില? ഈ വ്യക്തി ഇല്ലെങ്കിൽ നീ 0 ആണോ? ഈ വ്യക്തി ഉണ്ടാകുന്നതിന് മുൻപ് നീ ഉണ്ടായിരുന്നു. ഈ വ്യക്തി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാലും നീ ഉണ്ട്. കാരണം ഇതിലും മീതെയാണ് നിന്റെ വില. നമ്മൾ പല സുഖങ്ങൾക്ക് വേണ്ടി, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി, ആരോ നമുക്ക് വെച്ച് നീട്ടുന്ന സ്നേഹത്തിൻ്റെയോ കരുതലിൻ്റെയോ കാക്കപ്പൊന്നിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ മറക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മളെ തന്നെ ചീപ്പാക്കുകയാണ്. എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് കുരിശിൽ കിടക്കുന്ന കർത്താവ് പറയുന്നുണ്ട്, യു ആർ സോ പ്രഷ്യസ് ടു മീ. നീ എനിക്കായി ഇത്രയേറെ പ്രിയപ്പെട്ടതാണ്. സംശയമുണ്ടെങ്കിൽ യേശയ്യ 43:4 എടുത്ത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. നീ എനിക്ക് ബഹുമാനിനും പ്രിയപ്പെട്ടവനും അമൂല്യനുമാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും കൊടുക്കും. ജെറമിയ 31:20, എഫ്രായിം നീ എൻ്റെ പൊന്നോമന കുട്ടനാണ്, അല്ലേ? നിന്റെ ഉള്ളം തേങ്ങുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നുണ്ട്, ബിക്കോസ് നീ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വില എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ഒരു കാര്യവും അല്ല.
എന്നെ വിലയ്ക്ക് വാങ്ങാൻ സ്വർണം കൊടുത്താൽ പറ്റില്ല, വെള്ളി കൊടുത്താൽ എന്നെ കിട്ടില്ല, വജ്രം കൊടുത്താൽ എന്നെ കിട്ടില്ല, ഡയമണ്ട് കൊടുത്താൽ എന്നെ കിട്ടില്ല, ആരും എന്നാ പഞ്ചാര അടിച്ചാലും എന്നെ കിട്ടില്ല. കാരണം ഞാൻ ആരുടെയാ? ഞാൻ ആരുടെയാ? നിങ്ങൾക്ക് കഞ്ഞി തരാം, ഒന്ന് കഴിഞ്ഞോട്ടെ, ഈശോടെയാന്ന് പറയാൻ നിങ്ങൾക്ക് എന്നെ എത്ര മടി? ഈ മടിയാണ് നമ്മളെ പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടു ചെന്നെത്തിക്കുന്നത്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഈശോടെയാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റണം. അതാണ് ക്രിസ്ത്യാനി. ഹെബ്രായരുടെ ലേഖനം ഒന്ന് എടുക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 9-ാം അധ്യായം. ഇനി നിങ്ങൾ ഹെബ്രായരുടെ ലേഖനത്തിൽ നിങ്ങൾ ഒരു അടയാളം വെച്ചോ. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ആ ഹെബ്രായരുടെ ലേഖനത്തിൽ നമ്മൾ കാണും. 9-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. അവിടുന്ന് നമ്മളെ വീണ്ടെടുത്തത് എങ്ങനെയാണ്? സ്വന്തം രക്തത്തിലൂടെ. സ്വന്തം രക്തം കൊടുത്താണ് ഈശോ നമ്മളെ വീണത്. അപ്പൊ ഈശോയുടെ തിരുരക്തം എൻ്റെ വിലയാണ്, എൻ്റെ വിലയാണ്. എന്നെ വീണ്ടെടുത്തത് രക്തം കൊടുത്താണ്. ആ രക്തമാണ് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ എനിക്ക് അവകാശം തന്നത്. ഓക്കെ, അതാണ് എനിക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ അവകാശം. സഖറിയ പ്രവാചകന്റെ പുസ്തകം, സഖറിയ പ്രവചനം 9-ാം അധ്യായം 11-ാം തിരുവചനം. സഖറിയയുടെ പുസ്തകം പുതിയ നിയമത്തിന് തൊട്ട് പുറകിലാട്ടോ. സഖറിയ പ്രവാചനം 9-ാം അധ്യായം 11-ാം തിരുവചനം. ബൈബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചോ ഈ വചനങ്ങളൊക്കെ. ഇനി നിങ്ങൾ നോട്ട് ബുക്കും ഇല്ലെങ്കിൽ നിങ്ങൾ വേണേൽ ഫോണിൽ നിങ്ങളുടെ നോട്ട് പാഡ് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിത് കുറിച്ച് വെച്ചോ. കാരണം ഈ രക്തത്തിൻ്റെ വില നിങ്ങൾ അറിയണം. 11-ാം തിരുവചനം. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്നും സ്വതന്ത്രരാക്കും. ഓക്കെ, ഉടമ്പടിയുടെ രക്തം. ഉടമ്പടി രക്തത്തിലേക്ക് നമുക്ക് വരാൻ 1-2 പോയിന്റൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരിയും കൂടി അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആരുടെ സ്വന്തമാണ്? ഈശോയുടെ സ്വന്തമാണ്. അത് നമ്മൾ മറക്കരുത്. എഫേസോസ് 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്. എനിക്ക് നൽകപ്പെട്ട എൻ്റെ വ്യക്തിത്വം, എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ഈശോ തൻ്റെ രക്തം കൊടുത്ത് എന്നെ മേടിച്ചെടുത്തതാണ്. എൻ്റെ മേൽ സാത്താന്, പാപത്തിന്, ലോകത്തിന് അധികാരം ഇല്ല. ഇന്ന് നിങ്ങൾ ആരാധനയിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മേൽ ഭരണം നടത്തുന്ന, നിങ്ങളെ അടിമത്തത്തിൽ വയ്ക്കുന്ന പാപത്തിൻ്റെ മേഖലകൾ ഏതൊക്കെയാണ്? അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ തിരുരക്തത്താൽ നിങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് കർത്താവ് നിങ്ങളെ വീണ്ടെടുക്കും. പക്ഷെ ആ ഒരു ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ അടിമത്തത്തിൽ കഴിയാൻ വിളിക്കപ്പെട്ടവരല്ല. അടിമത്തത്തിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എൻ്റെ മേൽ ഭരണം നടത്താൻ വേറെ ഒന്നിനും. പക്ഷെ ഞാൻ പെർമിഷൻ കൊടുത്താൽ അത് എൻ്റെ മേൽ ഭരണം നടത്തും. ഞാൻ പെർമിഷൻ കൊടുക്കുന്നത് എവിടെയാണെന്ന് ചിന്തിക്കുക. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിന്തയായിരിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിൽ എനിക്കുണ്ടായൊരു മുറിവിൻ്റെ, സങ്കടത്തിൻ്റെ ചിന്തയായിരിക്കാം. എന്നെ വേദനിപ്പിക്കുന്നവരുടെ ചിന്തയോ അവരെനിക്ക് തന്ന മുറിവുകളോ ആയിരിക്കാം. എൻ്റെ ഏതെങ്കിലും ദുശ്ശീലങ്ങളുടെ തഴക്കദോഷങ്ങളാവാം. നിങ്ങളെ മനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ സ്വാധീനിക്കുന്ന, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാത്ത എല്ലാത്തിനെയും നിങ്ങൾ ഉപേക്ഷിക്കുക. അതിന് ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങൾക്ക് സാധ്യമാവും. ഓക്കെ, നമ്മൾ അടുത്ത കാര്യം, ഒന്ന്, ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ വീണ്ടെടുക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യം ആ രക്തം കൊടുത്ത് മേടിച്ചെടുത്തു. 2, ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആദ്യത്തേത് റിഡംഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് പ്യൂരിഫിക്കേഷനാണ്. ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ പാപങ്ങളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിക്കുന്നു. അറിയാവുന്നൊരു വചനഭാഗം 1 യോഹന്നാൻ 1:7. 1 യോഹന്നാൻ, നമ്മൾ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗമാണ് 1 യോഹന്നാൻ 1:7. എടുത്തോ. അവിടുന്ന് പ്രകാശത്തിൽ ആയിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു.
നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ കഴുകുന്നു. ക്ലെൻസിങ്. നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ പാപത്തിൻ്റെ കറകളിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ സങ്കീർത്തനം 51 നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഹിസോപ്പ് കൊണ്ട് അപ്പോൾ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഈശോയുടെ തിരുരക്തം. നിങ്ങളെല്ലാവരും വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം എടുക്കാവോ? വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം, അവസാനത്തെ പുസ്തകമല്ലേ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് കരുതി വെച്ചോ. നമ്മൾ ഇച്ചിരി വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോകണം. കാരണം നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുള്ളൂ. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. വെളിപാട് 7:14. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധരായിട്ട് മാറ്റി നിർത്തപ്പെട്ട കുറേ പേരോട് ചോദിക്കുകയാണ്, ഈ വെള്ളയങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ, എല്ലാവരും ശ്രദ്ധിച്ച, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. എൻ്റെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം, എന്നെ കഴുകി വെളുപ്പിക്കുന്നത് ആരാണ്? ഈശോയുടെ തിരുരക്തമാണ്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ഈ ഒരു ജൂലൈ മാസം എന്തുകൊണ്ടാണ് സഭ തിരുരക്തത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും തിരുരക്തത്തിൻ്റെതായ പ്രാർത്ഥനകൾ, തിരുരക്തത്തിൻ്റെ അഭിഷേക പ്രാർത്ഥന, തിരുരക്തത്തിൻ്റെ ജപമാല, ഈശോയുടെ തിരുരക്തത്തിൽ പ്രാർത്ഥിക്കുക. ഞാനൊക്കെ പണ്ട് ക്രിസ്ത്യനിൽ നിന്ന്, ഞാൻ ഓർക്കുന്നത് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ധ്യാനത്തിന് പോയപ്പോൾ നമ്മൾ ചോദിക്കും, നമുക്ക് പല വിചാരം ഉണ്ടാകുമ്പോൾ, നമുക്ക് ഇച്ചിച്ചിയായിട്ടുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു തന്നു, അവിടെയാണോ അതെയോ പള്ളിയിലൊരു ക്യാമ്പിനാണോ, നിങ്ങളിങ്ങനെ പാടിയാൽ മതി, ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ ഈ ചിന്ത മാറിപ്പോവട്ടെ, യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ചിന്തയെ ഞാൻ കഴുകുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ പഠനത്തെ ഞാൻ കഴുകുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ കൂട്ടിനെ ഞാൻ കഴുകുന്നു, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഇത് മാറിപ്പോവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്തെങ്കിലും ഒരു ചിന്ത വരുമ്പോൾ, അസ്വസ്ഥത വരുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ, ചുമ്മാ നെഗറ്റീവായിട്ട് ചിന്തകൾ വരുമ്പോൾ, അല്ലേ, വിഷമിപ്പിക്കുന്ന ചിന്തകൾ വരുമ്പോൾ, ഈശോയുടെ തിരുരക്തത്താൽ ഇത് മാറിപ്പോവട്ടെ, ഈശോയുടെ തിരുരക്തത്താൽ എൻ്റെ ചിന്തകളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് പറയാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ്. നമ്മൾ വിചാരിക്കുന്നതിലും പവറുള്ളൊരു പ്രാർത്ഥനയുമാണ്. തിരുരക്തത്തിൻ്റെ യോഗ്യതയും അതാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്നും തിരുരക്തം നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് നമ്മളെടുത്ത ഹെബ്രായരുടെ പുസ്തകം 9-ാം അധ്യായം 13-14 കൂടി ഒന്ന് നമ്മൾ വായിച്ചേ. 13-14. കാളക്കിടാങ്ങളുടെയും കോലാടുകളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായിട്ട് ശുദ്ധീകരിക്കുന്നു. ഇത് എവിടെ ഉണ്ടായിരുന്ന പ്രാക്ടീസാ? പഴയ നിയമത്തിൽ, അല്ലേ? പാപത്തിൻ്റെ ശുദ്ധീകരണമായിട്ട് കാളക്കിടാങ്ങളുടെയും കോലാളുടെയും രക്തം അതിൻ്റെ പ്രതീകമായിട്ട് തളിക്കുന്നു. അവരുടെ ഡേ ഓഫ് അറ്റോൺമെൻറ്റ്, പാപപരിഹാര ബലിയുടെ സമയത്ത് കുഞ്ഞാടിനെ കൊന്ന് രക്തം അൾത്താരയിൽ തളിക്കുന്നു. കുഞ്ഞാടിനെ മരുഭൂമിയിലോട്ട് ആ പാപത്തിൻ്റെ ഭാരവുമായിട്ട് പറഞ്ഞു വിടുന്നത് എല്ലാം അവിടെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ പവറില്ല. പിന്നെ എന്തിനാ പവറുള്ളതെന്ന് പറഞ്ഞെങ്കിൽ, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്ര അധികമായിട്ട് എന്താ ഈ നിർജീവ പ്രവൃത്തി? എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞേ. ജീവം നിർജീവം. നിർജീവം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്തത്, ഫലമില്ലാത്തത്, എനിക്ക് ജീവൻ തരാത്ത പ്രവൃത്തികൾ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ നിത്യജീവനിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, ദൈവികമായ ഫലം അത് ഉളവാക്കുന്നില്ലെങ്കിൽ, അതെന്താണ്? നിർജീവമാണ്. ഞാൻ പറയുന്ന വാക്ക്, ഞാൻ എടുക്കുന്ന ചിന്ത, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ കൂട്ടുകെട്ടുകൾ, ഞാനായിരിക്കുന്ന ഇടം, ഇതൊന്നും എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ അത് ബേസിക്കലി എന്താണ്? നിർജീവമാണ്. ആ നിർജീവ പ്രവൃത്തികളുടെ ഫലത്തിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നതും വീണ്ടെടുക്കുന്നതും എന്താണ്? ഈശോയുടെ തിരുരക്തമാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് സ്പീഡിൽ പോകാം, നിങ്ങൾ പിടിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത പോയിന്റ്, തിരുരക്തം നമ്മളെ നീതീകരിക്കുന്നു, നമ്മൾക്ക് സ്വീകാര്യത തരുന്നു. നീതീകരണവും സ്വീകാര്യതയും. എന്താണ് നീതീകരണം? നീതീകരണവും ന്യായീകരണവും തമ്മിലുള്ള വ്യത്യാസമാണ്. നീതീകരണവും ന്യായീകരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ കൂടുതൽ ന്യായീകരിക്കുമായിരിക്കും, അല്ലേ? അച്ഛാ അതുണ്ടല്ലോ, അത് അവരെന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട്
അമ്മായിമ്മ ശരിയല്ലാത്തത് കൊണ്ട്, മോള് ശരിയല്ലാത്തത് കൊണ്ട്, കൂട്ടുകാരൻ ശരിയല്ലാത്തത് കൊണ്ട്, അവരങ്ങനെ ചെയ്തത് കൊണ്ട്, ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എനിക്കിത് പറ്റിപ്പോയത്, അല്ലാണ്ട് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അല്ലേ? നമ്മൾ കുമ്പസാരത്തിനെടുക്കുക, കുമ്പസാരിപ്പിക്കാനായിട്ട് ഒരുക്കുമ്പോൾ ആദ്യം പറയും കുമ്പസാരക്കൂട്ടിൽ ഒന്ന് ന്യായീകരിക്കരുത്. ചിലർ ന്യായീകരിച്ച് അവസാനം നമ്മൾ പറയുന്ന താങ്കൾ പോയിട്ട് വീട്ടുകാരെ കൂട്ടിക്കൊണ്ടു, അവർക്ക് പാപമോചനം കൊടുക്കാൻ താങ്കളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഞാൻ ചെയ്ത ആ പാപത്തിന് കാരണം അപ്പൻ, ഈ പാപത്തിന് കാരണം അമ്മ, ആ പാപത്തിന് കാരണം ജീവിത പങ്കാളി, മറ്റുള്ളതിനെല്ലാത്തിനും കാരണം വേറെ ആരെങ്കിലും. അത് ന്യായീകരണം. ഞാൻ ചെയ്തതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത്. എന്താണ് നീതീകരണം? ഞാൻ ചെയ്ത കുറ്റത്തിൽ നിന്നും എന്നെ കുറ്റവിമുക്തനാക്കുന്നതാണ്. അതിനൊരു പക്ഷേ കാശ് കൊടുക്കേണ്ടി വന്നേക്കാം, ഈട് വെക്കേണ്ടി വന്നേക്കാം. ഞാൻ ചെയ്ത പാപത്തിന്, ഞാൻ ചെയ്ത കുറ്റത്തിന് പരിഹാരം ചെയ്തത് വഴി ഞാൻ കുറ്റം ചെയ്ത എന്നെ നിരപരാധിയായിട്ട് വിട്ടയച്ചു. അതാണ് നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. കുറ്റക്കാരനായി നിന്ന ഞാൻ കുറ്റക്കാരനല്ലാതായി. യേശുക്രിസ്തു എന്നെ വീണ്ടെടുത്തു. അതുവഴി കുറ്റം ചെയ്തിരുന്ന ഞാൻ നിരപരാധിയായി. എൻ്റെ കുറ്റത്തിന് വേണ്ടി ആര് കുരിശിൽ കയറി? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, പ്രതികാരം ചെയ്യാൻ നിനക്ക് അവകാശമില്ല. നിന്റെ കുറ്റത്തിന് കർത്താവ് കുരിശിൽ കയറിയെങ്കിൽ നിന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയുടെ കുറ്റത്തിനും ചോദ്യം ഇതാണ്, നിന്റെ തെറ്റിന് ആര് പരിഹാരം ചെയ്തു? ഈശോ. ഓക്കെ, നിന്നോട് തെറ്റ് ചെയ്ത വ്യക്തിയുടെ കുറ്റത്തിന് ആര് പരിഹാരം ചെയ്തു? അപ്പം നീയും നീതീകരിക്കപ്പെട്ടു, നിന്നോട് തെറ്റ് ചെയ്ത വ്യക്തിയും നീതീകരിക്കപ്പെട്ടു. നമ്മൾ ഒരാളോട് പറയണം നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അവിടെ ന്യായവാദത്തിന് സ്ഥാനമില്ല. കാരണം നിന്റെ നീതി നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. കാരണം നിന്നോട് തെറ്റ് ചെയ്തവന്റെ പാപത്തിന് ആര് ശിക്ഷ ഏറ്റെടുത്തിട്ടുണ്ട്? ഈശോ ശിക്ഷ ഏറ്റെടുത്തു. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട നീതി എവിടെയാണ്? കുരിശിലാണ്. ഓക്കെ, അതുകൊണ്ട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാൻ നമ്മൾക്കൊരിക്കലും നീതിന്യായം എന്ന് പറയുന്നൊരു സാധനം തടസ്സം നിൽക്കരുത്. പ്രതികാരം ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടിയുടെ രക്തമാണ് എൻ്റെ തുറുപ്പ് ചീട്ട്. ഇനി പെട്ടെന്ന് ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു. ഈ ബ്ലഡ് കവനന്റ്, രക്തത്തിലുള്ള ഉടമ്പടി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചില സിനിമയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് പടമൊക്കെ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് അത് കാണാൻ പറ്റും. അവർ ഈ രക്തത്തിൽ കൊണ്ടൊരു ഉടമ്പടി സ്ഥാപിക്കും. ഒരാൾ അയാളുടെ വലത് കയ്യിൽ ഇങ്ങനെ കത്തി കൊണ്ട് മുറിയും, മറ്റേ ആൾ വലത് കയ്യിൽ കത്തി കൊണ്ട് മുറിയും. എന്നിട്ട് അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയും, നമ്മളൊരു രക്തത്തിൻ്റെ ഉടമ്പടി ഉണ്ട്, എൻ്റെയും നിൻ്റെയും രക്തം തമ്മിൽ കലർന്നിരിക്കുന്നു. ഇതൊരിക്കലും ഇനി നമ്മൾ ജീവിതാവസാനം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരായിരിക്കും. ഞാൻ ഒരിക്കലും നിന്നെ ദ്രോഹിക്കില്ല, നീ ഒരിക്കലും എന്നെ ദ്രോഹിക്കില്ല, നമ്മൾ ചാകേണ്ടി വന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രക്തത്തിൽ ഉടമ്പടി സ്ഥാപിക്കുന്ന, കോൺട്രാക്ട് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ചിലപ്പോൾ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാണും. അല്ലെങ്കിൽ രക്തത്തിൽ മുക്കിയ കോയിൻ, എൻ്റെ രക്തം പോലൊരു കോയിൻ അവൻ്റെ കയ്യിലുണ്ട്, ആ കോയിൻ കാണിച്ചാൽ ആ ഒരു നിമിഷം നീ എന്ത് പറഞ്ഞാലും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒന്ന് രണ്ട് ഉടമ്പടികളെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ഓക്കെ, ആദ്യം ദൈവം ഉടമ്പടി സ്ഥാപിച്ച അബ്രാഹത്തിനോട് ദൈവം ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. പക്ഷെ അബ്രാഹം പാലിച്ചില്ല. ഓക്കെ, ഇതിൽ മനോഹരമായിട്ട് നിങ്ങൾക്കറിയാവുന്ന രണ്ട് പേരെ ഞാൻ പറയാം. ഒന്ന് ദാവീദ്. ദാവീദിനോട് ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാത്? നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ 2 സാമുവേൽ എടുത്തോ. 2 സാമുവേൽ 4-ാം അധ്യായം അതെടുത്ത് വെച്ചോ. ഓക്കെ, 2 സാമുവേൽ 4 എടുത്ത് വെച്ചോ. ജോനത്തൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കേട്ടിട്ടുണ്ടോ? ജോനത്തൻ ആരായിരുന്നു? സാവൂളിന്റെ 1 സാമുവേൽ 18 നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. സാവൂളിന്റെ മകനായ ജോനാഥനും ദാവീദും തമ്മിൽ ഇതുപോലെ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. അല്ലേ? അതിനകത്ത് അവർ പറയും, നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. 1 സാമുവേൽ 18 എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. നമ്മളിത് പെട്ടെന്ന് വായിച്ചാൽ ഈശോയുടെ രക്തം നമുക്ക് നേടിത്തരുന്ന ഒരു പ്രിവിലേജ്, അവകാശം എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് പെട്ടെന്ന് വായിക്കാം. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു. ജോനാഥൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവൻ തന്നെ മേലങ്കി ഊരി ദാവീദിനെ അണിയിച്ചു. തൻ്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തി പോന്നു. ഓക്കെ, അതാണ് ജോനാഥനും ദാവീദും തമ്മിൽ സ്ഥാപിക്കുന്ന ഒരു ഉടമ്പടി. ഇനി നമ്മൾ 2 സാമുവേൽ 4 വരുവാണ്. സാവൂളും ദാവീദും തമ്മിൽ ഭയങ്കര ചങ്ങാത്തമായിരുന്നു അല്ലേ? ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, സാവൂൾ ആരാന്നറിയാവോ? പഴയ നിയമത്തിലെ
ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്. ഓക്കെ, രണ്ടാമത്തെ രാജാവ് ആരാ? ദാവീദ്. ദാവീദിൻ്റെ ഏറ്റവും അറിയാവുന്ന കഥ എന്നാ? ഗോലിയാത്തിനെ കല്ലെറിഞ്ഞ് അല്ലേ, 5 കല്ലെടുത്ത് വെച്ച് ഒറ്റ കയറി കിടക്കണ് ഗോലിയാത്ത്. ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തിയപ്പോൾ ജനങ്ങൾ എന്നാ പാടിയത്? അയ്യോ, സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് ഇത് കണ്ട് സാവൂൾ അങ്ങ് കുളിര് കോരിയോ? പിന്നെ അസൂയപ്പെട്ട് അല്ലേ, ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ, ആ പിറ ചേർക്കുന്ന ഒരു കല്ലെടുത്ത് എറിഞ്ഞ് വീഴ്ത്തിയപ്പോഴത്തേക്കും അവനങ്ങ് വലിയ ആളായിപ്പോയി. അന്ന് മുതൽ സാവൂളിന് ബദ്ധവിരോധമായിരുന്നു. ആരോട്? ദാവീദിനോട്. ദാവീദ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ദാവീദിനെ കൊല്ലാനായിട്ട് പിറകെ നടക്കണം, ഭ്രാന്ത് പിടിച്ച് പിറകെ നടക്കുവാണ്. ആര്? സാവൂൾ. ഇവിടെയൊക്കെ സാവൂള് ദാവീദിനെ കൊല്ലാനായിട്ട് ദാവീദിനെ കൊല്ലാൻ സാവൂള് പിറകെ നടക്കുക. ഓക്കെ, ഇവിടെയൊക്കെ ദാവീദിനോട് ചേർന്ന് നിന്നതാരാ? ജോനാഥനാണ്. ജോനാഥൻ എല്ലായിടത്തും ജോനാഥൻ ദാവീദിനെ രക്ഷിക്കുന്നുണ്ട് പറ്റുന്നിടത്തൊക്കെ. സാവൂളിന്റെ മകനാണെന്ന് ഓർക്കണം, പക്ഷെ അവന്റെ ഹൃദയം ആരുടെ കൂടെയായിരുന്നു? ഓക്കെ, ഇനി ഒരു യുദ്ധത്തിൽ വെച്ച് ഇവർ രണ്ടുപേരും മരിച്ചു, സാവൂളും ജോനാഥനും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൾറെഡി ദൈവം അഭിഷേകം ചെയ്തെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലി ആരായി രാജാവ്? ദാവീദായി രാജാവ്. നിങ്ങൾക്ക് ഒരാളോട് ബദ്ധശത്രുതയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബവും മൊത്തം അയാളെ കൊല്ലാൻ നോക്കി, അവസാനം നിങ്ങളുടെ കുടുംബത്തിലെ തലവന്മാർ രണ്ടുപേരും മരിച്ചു, നിങ്ങളുടെ വെറുത്തിരുന്ന, നിങ്ങൾ ശത്രുത പുലർത്തിരുന്ന ആള് രാജാവായി പ്രസിഡന്റായി. നിങ്ങളുടെ അവസ്ഥ എന്നായിരിക്കും? മുഞ്ചി അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെന്നാ പറയുന്നത്? തീർന്നു, ഞങ്ങൾ തീർന്നു, ദാവീദ് ഞങ്ങൾ ഇനി കൊല്ലും. അവരെല്ലാവരും പ്രാണനെ ഓർത്ത് ഭയപ്പെടുക, ഞങ്ങൾ തീർന്നു, ഞങ്ങൾ നശിക്കാൻ പോവുക. കാരണം ദാവീദ് ആരായി? ദാവീദ് രാജാവായി. ഇനി ഞങ്ങൾക്ക് ഒരിക്കലും ഇവിടെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നിട്ട് എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുക. ഇനി 4:4 2 സാമുവൽ 4:4 ഒന്ന് വായിച്ചേ. സാവൂളിന്റെ മകൻ ജോനാഥന് മുടന്തനായി തീർന്ന ഒരു പുത്രൻ ഉണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയിൽ നിന്ന് എത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ട് ഓടി. അവൾ തിടുക്കത്തിൽ ഓടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി. മെഫിബോഷത്ത് എന്നായിരുന്നു അവന്റെ പേര്. മെഫിബോഷത്ത് എന്നായിരുന്നു അവന്റെ പേര്. ഓക്കെ, ഈ മെഫിബോഷത്ത് ആരുടെ മകനായിരുന്നു? ജോനാഥന്റെ മകനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഭയങ്കര ഭയമാണ്. ഇപ്പൊ ഈ മെഫിബോഷത്തിനെ എടുത്തുകൊണ്ട് ഓടുന്ന രംഗം ഒന്ന് മനസ്സിലോർത്തെ. ചോദിക്കണം, അമ്മേ 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 നമ്മൾ എവിടെ പോവാ? നമ്മൾ ജീവനെ ഭയന്ന് ഓടി രക്ഷപ്പെടുക. നമ്മൾ എങ്ങോട്ടാ ഓടുന്നേ? നമ്മൾ കൊല്ലാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. നമ്മൾ എന്നാ ചെയ്യാൻ പോകും? നമ്മൾ ഒരിക്കലും അവൻ്റെ കൈ പെടാൻ പറ്റില്ല. ആരാ? അവൻ്റെ പേരെന്നാ? ദാവീദ് അല്ലേ? ഭയന്നോടുക. മെഫിബോഷത്ത് തൻ്റെ അമ്മയുടെ ഭയന്നോടുമ്പോൾ മെഫിബോഷത്ത് താഴെ വീഴുന്നു. ആ അമ്മ അവൻ്റെ മേത്ത് വീഴുന്നു. അവൻ്റെ കാല് രണ്ടും ക്രിപ്പിൾഡായി പോകുന്നു. അവൻ ജീവിതകാലം മുഴുവൻ ഇനി എങ്ങനെ നടക്കുകയുള്ളൂ? മുടന്തനായിട്ടേ നടക്കുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയം എന്താണ്? ദാവീദിന് മുൻപിൽ പെടരുത്. ഇനി 2-3 ചാപ്റ്ററോടെ മറിച്ചു കഴിഞ്ഞാൽ 9-ാം അധ്യായത്തിൽ ദാവീദ് മെഫിബോഷത്തും, അതാണ് അതിൻ്റെ തലക്കെട്ട്, ദാവീദും മെഫിബോഷത്തും. ദാവീദ് അന്വേഷിച്ചു ജോനാഥന്റെ കുടുംബത്തിൽ ആരെയെങ്കിലും മിച്ചമുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കിക്കേ, നിങ്ങൾ മെഫിബോഷത്താന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വലിയ കയ്യൂക്കില്ല, കാരണം ക്രിപ്പിൾഡാണ്, മുടന്തനാണ്, 2 കാലിനും മുടന്തുണ്ട്, കാലിന് ക്രിപ്പിൾഡാണ്. ഒരു ദിവസം വാതിലിൽ കൊട്ടു കേൾക്കുന്നു. നിങ്ങൾ വാതിൽ തുറക്കുന്നു, ദേ നിൽക്കുന്നു ദാവീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആൾക്കാർ. വിറയലോടെ നിങ്ങൾ ചോദിക്കുന്നു, ആരാ? ദാവീദിന്റെ കൊട്ടാരത്തിൽ നിന്നാ. എന്തിനാ? രാജാവ് വിളിപ്പിക്കുക. എന്തിനാ? നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തായിരിക്കും അവസ്ഥ? മെഫിബോഷത്ത് അവസാനമായിട്ട് ആകാശത്തോടും ഭൂമിയിലോട്ടും നോക്കി ഇനി ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇനി 9-ാം അധ്യായം നമ്മൾ കാണുകയാണ്. 9-ാം അധ്യായം 6-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സാവൂളിന്റെ മകനായ നമസ്കരിച്ച് മെഫിബോഷത്ത് ദാവീദ് വിളിച്ചു. അടിയനിതാ അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് കരുണ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിന്റെ ഭൂമിയെല്ലാം നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. മെഫിബോഷത്ത് പറഞ്ഞു, ചത്ത നായയ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 2 സാമുവേൽ 18, 19, 20, 21 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കുറേയും കൂടി
അപ്പോൾ മെഫിബോഷത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മെഫിബോഷത്ത് വീണ് മുടന്തനായി തീർന്നു. ആദത്തിൻ്റെ വീഴ്ചയിലൂടെ മാനവരാശിയും മുടന്തിലേക്ക് പോയി, അല്ലേ? ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. രണ്ട് കാലിൽ നിൽക്കാൻ ശേഷിയുണ്ടോ? പാപത്തിൽ അവൻ വീണുപോയി. മെഫിബോഷത്ത് ദാവീദിനെ പ്രതി ഭയന്നോടി. പാപം ചെയ്ത മനുഷ്യൻ ആദോ ഹവ്വായി ഉൾപ്പെടെ ദൈവത്തോട് ഭയമുള്ളവരായിട്ട് തീർന്നു. ഇനി എന്ത് സംഭവിച്ചു? മെഫിബോഷത്ത് എവിടെയാ? ഒളിച്ചിരിക്കുമായിരുന്നു, അല്ലേ? മെഫിബോഷത്ത് ദാവീദിന്റെ അടുത്തേക്ക് ചെന്നോ? ഇല്ല, ദാവീദ് അവനെ തേടി ചെന്നു. പാപത്തെ പ്രതി ഒളിച്ചിരുന്ന മാനവരാശിയെ ആര് തേടിച്ചെന്നു? ദൈവം തേടിച്ചെന്നു. പിന്നീട് ദൈവം മെഫിബോഷത്ത് പറഞ്ഞു, ഞാൻ ചത്ത നായിക്കത്തില്ല, ഞാൻ മരിച്ച അവസ്ഥയിലാണ്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളൊരവസ്ഥയിലാണ് ഞാൻ. മാനവകുലമോ പാപത്തിൽ വീണ് മരിച്ച അവസ്ഥയിലാണ് മാനവരാശിയും. ആ മാനവരാശിയാണ് ദൈവം തേടി ചെല്ലുന്നത്. പിന്നീടോ ദൈവത്തോട് ഭയമുണ്ടായിരുന്ന മാനവരാശി ആ ബന്ധനത്തിൽ കഴിഞ്ഞിരുന്നു. ഇനി മെഫിബോഷത്തിന് അവകാശം കിട്ടാൻ ഇടയാക്കിയത് എന്താണ്? മരണത്തിന് അർഹനായ ആ കുടുംബത്തിൽ നിന്ന് ദാവീദിന്റെ ഊട്ടുമേശയിലേക്ക് അവന് പ്രൊമോഷൻ കിട്ടി, അല്ലേ? എല്ലാവരും ഇങ്ങനെ സ്തബ്ധിച്ച് നോക്കുക. ഈ കുടുംബത്തിൽ സാവൂളിന്റെ മകനായ ജോനാഥന്റെ കുടുംബക്കാരെ എല്ലാം വധിച്ചതിന് ശേഷം മെഫിബോഷത്തിനെ തൊടാൻ പോലും സമ്മതിച്ചില്ല. മെഫിബോഷത്തിനെ, മുടന്തനായ അവനെ ഊട്ടുമേശയിലേക്ക് കയറ്റിയിരുത്തി. അവൻ അവകാശമായിട്ട് ഭൂമി കൊടുത്തു, അവനെ പരിചരിക്കാൻ ആൾക്കാരെ കൊടുത്തു, അവന് കൊട്ടാരത്തിൽ വസിക്കാൻ ഇടം കൊടുത്തു. ആ പ്രമോഷൻ അവന് കിട്ടിയത് എവിടെന്നാ? ദാവീദും ജോനാഥനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിൽ നിന്നാണ്. പാപത്തിൽ മരിച്ച് മരണത്തിന് വിധിക്കപ്പെട്ട ഞാൻ ദൈവത്തിന്റെ മകനും മകളുമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. എങ്ങനെയാ? ഇത് ലൂക്ക 22 കർത്താവ് പറയുന്നു, ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി ചിന്തിയ രക്തം കൊണ്ട് അവിടുന്ന് ദൈവവുമായിട്ട് പുതിയ ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടി എനിക്ക് തന്ന അവകാശമാണത്. മെഫിബോഷത്തിന് അർഹതയില്ലാതെ കിട്ടിയതുപോലെ യോഗ്യതയുടെ പേരിലല്ല, ആ ഉടമ്പടിയുടെ പേരിൽ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലാൻ ഞാനും നിങ്ങളും അവകാശികളായിട്ട് മാറി. ആ പ്രിവിലേജ് എനിക്ക് കിട്ടി. അവിടെ നിന്ന് ഈശോ നമ്മളോട് പറഞ്ഞു, യജമാനനെ ഭയപ്പെടുന്നത് പോലെ ദൈവത്തെ ഭയപ്പെടാതെ അവിടുത്തെ നോക്കി എന്നാ വിളിക്കണം? ദൈവത്തെ നോക്കി എന്നാന്ന് വിളിക്കണം? അപ്പാന്ന് വിളിക്കണം. ആബാ പിതാവേ എന്ന് വിളിക്കാൻ ആ ഉടമ്പടിയുടെ രക്തമാണ് എനിക്ക് അവകാശം തന്നത്. എന്നെ ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റിയത് കർത്താവ് എനിക്ക് വേണ്ടി ചിന്തിയ രക്തത്തിൻ്റെ ഉടമ്പടി, അതിൽ ഉടമ്പടിയുടെ രക്തമാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാണ്. കർത്താവിൻ്റെ ഉടമ്പടിയുടെ രക്തമാണ് ദ ബ്ലഡ് കവനന്റ്, രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. ഏതാണത്? കർത്താവ് എനിക്ക് വേണ്ടി കുർബാനയായി കുരിശിൽ മരിച്ച് കർത്താവ് എനിക്ക് വേണ്ടി ചിന്തിയ രക്തമാണ് എന്നെ പ്രൊമോഷൻ തന്ന ദൈവത്തിൻ്റെ മകനാക്കി മകളാക്കി മാറ്റിയത്. ചത്ത നായിക്ക് തുല്യനായ മെഫിബോഷത്തിനെ പോലെ നമ്മളും പാപത്തിൽ മരിച്ചവരായിരുന്നു, മരണത്തിന് അർഹരായിരുന്നു, വധിക്കപ്പെടേണ്ടവരായിരുന്നു. പക്ഷെ നമ്മളെ രക്ഷിച്ചെടുത്തത് എന്താണ്? രക്തത്തിലുള്ള ഉടമ്പടിയാണ്. ഇത് 2-3 പോയിന്റുകൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകാം. അടുത്തത്, കർത്താവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ രക്തം നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ഹെബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 29-ാം തിരുവചനം. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് മാറ്റിവെക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് മാറ്റിവെക്കുക എന്നുള്ളത്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ പൂവിനെ ചിന്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പൂ കാണാലോ, അല്ലേ? ഇത് അൾത്താരയിൽ, ഇവിടെ അൾത്താര അലങ്കരിക്കുന്നതിന് മുമ്പ് ഇത് എവിടെയായിരുന്നു? കടയിലിരിക്കുമായിരുന്നു, അല്ലേ? അല്ല, പൂന്തോട്ടത്തിലായിരുന്നു. അതവിടെ നിന്ന് ഇരുത്തെടുത്ത് കടയിൽ കൊണ്ടുവന്നു. കടയിൽ കൊണ്ടുവന്ന് എല്ലാ പൂവും അൾത്താരയിലേക്ക് എത്തിയോ? ചിലത് റീത്തായിട്ട് പോയി, ചിലത് വണ്ടി അലങ്കരിക്കാൻ പോയി, ചിലത് ബൊക്കയായിട്ട് പോയി, അല്ലേ? അവിടുന്ന് വേർതിരിച്ചെടുത്ത് അൾത്താരിൽ അലങ്കരിക്കപ്പെട്ടത് ഏതാണ്? ഈ പൂവാണ്. ആ തിരിയും തിരിക്കാലുകളും കടയിലിരിക്കുമായിരുന്നു. അത് വേണേ വീട്ടിൽ കൊണ്ട് വയ്ക്കാമായിരുന്നു, കടയിൽ കൊണ്ട് വയ്ക്കാമായിരുന്നു, അല്ലേ? വെറുതെ പുറത്തെടുത്ത് വയ്ക്കാമായിരുന്നു. അൾത്താരെ അലങ്കരിക്കുന്നതിനെ വേർതിരിച്ചു വെച്ചു, വിശുദ്ധീകരിച്ചു വെച്ചു, അല്ലേ? ഈ ഞാനിട്ടിരിക്കുന്ന ഈ ലോഹയുടെ തുണിയും ഈ പറയുന്ന ഈ ഊറാലയുടെ തുണിയുമൊക്കെ ഈ ഊറാലയായിട്ട് മാറി വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിന് മുൻപ് അത് വെറും ഒരു തുണി മാത്രമായിരുന്നു.
പക്ഷെ അത് ഒരു ഉറാലയായിട്ട്, ഒരു സ്റ്റോളായിട്ട് അതിനെ മാറ്റി വിശുദ്ധീകരിച്ച് മാറ്റി വെച്ചു. ഇനി എനിക്ക് പഴം തുണിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ക്ലീൻ ചെയ്യാനുള്ള തുണിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത് വിശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈശോയുടെ രക്തവും നമ്മളെ അതുപോലെ തന്നെയാണ് വിശുദ്ധീകരിക്കുന്നത്. കോൺസെക്രേറ്റ് ചെയ്തു, നമ്മളെ പരിപാവനമായതിനു വേണ്ടി കർത്താവിൻ്റെ രക്തം നമ്മളെ തന്നെ മാറ്റിവെച്ചു. ഹെബ്രായർ 10:29 എടുത്തോ. ഹെബ്രായർ 10:29 എന്താ പറയുന്നത് നമ്മളോട്? ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെയും അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പ്രതികാരം എൻ്റെതാണ്. നിങ്ങളെ ശുദ്ധീകരിച്ചത് ആരാണ്? ഈശോയുടെ തിരുരക്തമാണ്. 13-ാം അധ്യായം 12-ാം തിരുവചനം, ഹെബ്രായർ 13:12. സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ക്രിസ്തു കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. അപ്പൊ കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ച് വേർതിരിച്ചതാണ്. തൻ്റെ രക്തത്തിലൂടെയാണ് കർത്താവ് നമ്മളെ ദൈവസന്നിധിയിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ നമ്മളെ വിശുദ്ധീകരിച്ചത്. ഈശോയുടെ തിരുരക്തം നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മുടെ പാപങ്ങൾ കഴുകി. 3 നമ്മളെ നീതീകരിച്ചു. 4 നമ്മളെ വിശുദ്ധീകരിച്ചു. ഇനി 5 ഈശോ തൻ്റെ ജീവൻ നമുക്കായിട്ട് തന്നു. ഈശോ തൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെ, തൻ്റെ തിരുരക്തത്തിലൂടെ തന്നെ തൻ്റെ ജീവൻ നമുക്ക് തന്നു. നമ്മൾ ലേവ്യർ 17:11 വായിച്ചു നോക്കുന്നുണ്ടോ? രക്തം ജീവനാണ്. രക്തം എന്ന് പറയുന്നത് ജീവൻ. അതുകൊണ്ടാണ് ആ സമയത്ത് അവർ രക്തം ഒരിക്കലും ഭക്ഷിക്കരുത്, പാനം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെ, മൃഗങ്ങളുടെ മാംസവും രക്തവും നിങ്ങൾ രക്തം ഊറ്റിക്കളഞ്ഞിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. വീണ്ടും കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം, ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 6:53. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്ത് ജീവനാണ് സ്വീകരിക്കുന്നത്? ഈശോയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ആ ഒരു വലിയ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. കുർബാനയിൽ വിശ്വസിക്കാത്ത കത്തോലിക്ക സഭയിൽ മാത്രമാണ് കർത്താവിൻ്റെ ആ ബലിയിൽ നമ്മൾ പങ്കുചേരുകയും ആ ബലിയുടെ എല്ലാ യോഗ്യതകളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. ആ ബലിയെ നഷ്ടപ്പെടുന്നത് എന്താ? കർത്താവിൻ്റെ നിത്യജീവനിലുള്ള ഭാഗഭാഗിത്വത്തിനുള്ള അവരുടെ അവസരമാണ്. കർത്താവ് തൻ്റെ രക്തം തന്നതുവഴി തൻ്റെ തന്നെ ജീവൻ നമുക്ക് തരുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ചിന്തിക്കണം, ക്രിസ്ത്യാനിയെ ലോകത്തിൽ നിന്നും വേർതിരിക്കുന്നത് എന്താണ്? ഈ ആദ്യകാലങ്ങളിൽ, നിങ്ങളൊരു 10 മിനിറ്റ് കൂടെ എന്നോട് ക്ഷമിക്കുക കേട്ടോ. ആദ്യകാല സഭയിൽ രക്തസാക്ഷിത്വം വരിക്കാൻ പോകുന്നവർ പോലും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിശുദ്ധ ലോറൻസിനെയാണ്. ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ പറഞ്ഞു, തീക്കകത്തിട്ട് പൊരിച്ചുകൊണ്ടിരിക്കാൻ പറയാം, ഈ സൈഡ് ഫ്രൈ ആയുടെ കൂട്ട എന്നെ തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ ഫ്രൈ ആയിട്ട് വേണം എനിക്ക് ഈശോയുടെ അടുത്തേക്ക് പോകാൻ. അവർ വിചാരിക്കും ഇതെന്നെ വട്ടാണ് അവന്മാർക്കൊക്കെ. അല്ലെ, ക്രിസ്ത്യാനികളുടെ ചങ്കൂറ്റം, അതായത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം കേട്ടോ. സൺഡേ മാത്രം പള്ളിയിൽ പോകുന്ന കാര്യമല്ല പറയുന്നത്. ക്രിസ്തുവിനെ വേണ്ടി ജീവിക്കുന്നവരെ എടുക്കുന്ന തീരുമാനങ്ങളെ കണ്ടിട്ട് ലോകത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തു, ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തു, അല്ലേ, തന്നെ വെടിവെച്ചവനോട് ജയിലിൽ നിന്ന് മാപ്പ് കൊടുത്ത ജോൺ പോൾ 2 മാർപ്പാപ്പ, 5 രൂപയുമായിട്ട് ആരും കയറി ചെല്ലാത്ത കൽക്കട്ടയുടെ തെരുവീഥികളിലേക്ക് കയറി ചെന്ന മദർ തെരേസ, ഉടുതുണി പോലും ഊരി വെച്ച് എനിക്കൊരു ഒറ്റ അപ്പനെ ഉള്ളൂ എന്ന് പറഞ്ഞ് തൻ്റെ സർവ്വസമ്പത്തും മാറി അന്നു മുതൽ ഭിക്ഷയെടുത്ത് കർത്താവിന് വേണ്ടി ജീവിച്ചൊരു ദേവാലയം പുതുക്കി പണിത വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഏത് വിശുദ്ധരെ വേണം നിങ്ങൾക്ക് പറഞ്ഞു? ഏത് വിശുദ്ധരെ വേണം? എല്ലാ വിശുദ്ധരും നടന്നുപോയ വഴി ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെ സാധിക്കുന്നു ഇവർക്ക്? നമ്മുടെ തന്നെ വിശുദ്ധർ, അൽഫോൻസാമയുടെ സഹനം, ദൈവസഹായം ഉള്ള കടന്നുപോയ പീഡനങ്ങൾ, ഇതൊക്കെ ഈ കരുത്തൊക്കെ എവിടെ നിന്ന് എങ്ങനെ സാധിക്കുന്നതാ പോയതൊക്കെ? സത്യം പറഞ്ഞാൽ ലോകത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അതാ, ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അവർക്ക് കുശുമ്പ ക്രിസ്ത്യാനികളെ കാണുമ്പോൾ. കാരണം അവർക്ക് പറ്റാത്തതാണ് ഇതൊക്കെ. ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് എത്രയോ പേര് എത്രയോ കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ലോകം മുഴുവനും എതിരെ നിൽക്കുമ്പോഴും ചങ്കൂറ്റത്തോടെ നിന്നവരാണ് ഓരോ വിശുദ്ധരും. ഇത് സാധാരണ മനുഷ്യന് സാധിക്കില്ലെന്ന് ലോകത്തിനറിയാം. അപ്പം എന്തോ എവിടെയോ ഒരു ഗുട്ടൻസ് കിടപ്പുണ്ട്, ഒരു എക്സ്ട്രാ ഒരു ഊർജം, ഒരു ലൈഫ്, ഒരു ഉയർന്ന ജീവിതം. അതെവിടെ നിന്ന് കിട്ടി? പരിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടി, ഈശോയുടെ തിരുരക്തത്തിൽ നിന്ന് കിട്ടി. ഈശോയുടെ തിരുരക്തം പാനം ചെയ്യുന്ന, അവിടുത്തെ ഭക്ഷിക്കുന്ന ഓരോ വ്യക്തിയിലും ജീവിക്കുന്നത് ആരാണ്? ആ ക്രിസ്തുവാണ്. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈശോയുടെ ഒരു അരുളപ്പാടുണ്ടാവാം, നിങ്ങളുടെ ഇടയിലിരിക്കുന്ന ഒരാൾ ക്രിസ്തുവാണ്. ഇന്നത്തെ കാലം, ഇപ്പോഴത്തെ ഈശോ ഒന്നുകൂടെ ലോകത്തിലേക്ക് വരാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ ഹാളിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഈശോയാണ്. അതാരാന്നങ്ങ് പറഞ്ഞില്ല. അയ്യോ, നമുക്ക് ഇച്ചിരി അങ്ങല പനി. ഇപ്പം ആരായിരിക്കും? എൻ്റെ അടുത്തിരിക്കുന്ന ആളിനി
ക്രിസ്തുവാണോ? അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിന് ക്രിസ്തുവാണെങ്കിലും. ഇനി പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുരക്തവും തിരുശരീരവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും ക്രിസ്തുവിനോട് ഒന്നായി തീർന്നു. അവർ രണ്ടുപേരും ഇനി മുതൽ രണ്ടല്ല ഒന്നാണ്. അതായത് എൻ്റെ ഉള്ളിൽ ഈശോ, വീണ്ടും ആ പഴയ കുഞ്ഞു പിള്ളേരുടെ പടം, എൻ്റെ ഉള്ളിൽ ഈശോ, നിൻ്റെ ഉള്ളിൽ ഈശോ, എല്ലായിടത്തും ഇടത്തുണ്ട് ഈശോ, വലത്തുണ്ട് ഈശോ. അപ്പം ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെയും ക്രിസ്തുവായിട്ട് കാണാനും ബഹുമാനിക്കാൻ എനിക്ക് സാധിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന ബോധ്യത്തിൽ ജീവിച്ചാൽ എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രിസ്തു നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാനുള്ള അവിടുത്തെ ജീവിതം തന്നു. ഓക്കെ, ആറാമതായിട്ട് ഈശോയുടെ രക്തം നമുക്ക് വേണ്ടി നിലവിളിക്കുന്നു, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതിനു മുൻപ് ബൈബിളിൽ ഒരു രക്തം നിലവിളിക്കുന്നത് ഒരു ആർച്ച് ബിഷപ്പ് അലൻ എച്ച് വെഞ്ഞിറോൺ, അമേരിക്കയിലൊരു ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആദ്യം രക്തം തളിച്ചപ്പോൾ മരണത്തിൻ്റെ ദൂതൻ കടന്നുപോയ ഒരു ജനതയുണ്ട്. ആരാ അത്? ഇസ്രായേൽ ജനത. ഓക്കെ, മരണത്തിൻ്റെ ദൂതൻ എന്ത് രക്തം കണ്ടിട്ടാണ് കടന്നുപോയത്? സംഹാരദൂതൻ അവരുടെ കട്ടിലപ്പടിയിന്മേൽ തളിച്ചിരുന്ന കുഞ്ഞാടിൻ്റെ രക്തം കണ്ടപ്പോൾ അവരെ കടന്നുപോയി. അങ്ങനെയെങ്കിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ അടയാളം പേറുന്ന ആത്മാവിൻ്റെ വാതിൽപ്പടി ഉള്ളവരെ കാണുമ്പോൾ ആ സംഹാരദൂതൻ എത്രയധികമായിട്ട് ഭയപ്പെട്ടോടും. അദ്ദേഹം പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു കവാടമാണ് നമ്മുടെ അധരങ്ങൾ. ഈശോയെ കൈക്കൊള്ളുന്ന, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നുണയുന്ന അലിയുന്ന എൻ്റെ നാവ്, എൻ്റെ അധരം, എൻ്റെ ആത്മാവിൻ്റെ വാതിൽപ്പടി. അവിടെ ആ ഈശോയുടെ തിരുരക്തത്തിൻ്റെ മുദ്ര കാണുമ്പോൾ തിന്മയും എല്ലാവും എന്നെ ഭയപ്പെട്ടോടണം. സംഹാരദൂതൻ എന്നെ കടന്നു പോകും. കാരണം എനിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. എന്ത്? ഈശോയുടെ തിരുരക്തം. ഇനി ബൈബിളിൽ ഏറ്റവും ആദ്യം നിലവിളിക്കുന്ന രക്തം ആരുടെയാ? ആബേലിൻ്റെ രക്തം. ആബേലിൻ്റെ രക്തം എങ്ങനെയാ ഭൂമിയിൽ വീണത്? കായൻ കൊലപ്പെടുത്തിയപ്പോൾ ആബേൽ ആരായിരുന്നു? ഒരു നിരപരാധിയായിരുന്നു. അവൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അവൻ്റെ രക്തം ഭൂമിയിൽ വീണ്. അവൻ്റെ രക്തം എന്തിനു വേണ്ടി നിലവിളിക്കുന്നു? പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നു. പുതിയ ആദമായിട്ട് പിറന്ന കർത്താവിൻ്റെ രക്തം, നിഷ്കളങ്കനായ കർത്താവ് ഇഷ്ടത്തിനെതിരെയാണോ കൊല ചെയ്യപ്പെട്ടത്? തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. വോളണ്ടറിലി നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നതാ അല്ലേ? നമ്മൾ മുട്ടുകുത്തി നിന്ന് കഴിയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന വാക്ക്, അവൻ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്തു അല്ലേ? തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെയാണ് പൂർണ്ണമായ സമർപ്പണം. അതുകൊണ്ടാണ് അതിന് ബലിയാകാനും അതിന് പൂർണ്ണമായ ഫലമുള്ളത്. കർത്താവിൻ്റെ രക്തം നിലവിളിക്കുന്നത് പ്രതികാരത്തിനല്ല. പിതാവേ, ഇവരോട് പൊറുക്കേണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തം എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് ക്ഷമയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥമായിട്ട് നിലവിളിക്കുന്നു. ഹെബ്രായർ 12 തിരുവചനം നമുക്കൊന്ന് വായിക്കാം. ഹെബ്രായർ 12:24. പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സഭിതത്തിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ രക്തം വീണത് ഭൂമിയിലല്ല, അതിവിശുദ്ധ സ്ഥലത്താണ്. ആ അതിവിശുദ്ധ സ്ഥലത്ത് കിടന്ന കർത്താവിൻ്റെ രക്തം എനിക്കും നിനക്കും വേണ്ടി നിലവിളിക്കുന്നു. അവസാനമായിട്ട് ഒരു വചനം കൂടി, കർത്താവിൻ്റെ രക്തം നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. 10-19 മുതൽ തിരുവചനം. ഹെബ്രായർ 10:19. ഹെബ്രായർ 10:19. കർത്താവിൻ്റെ രക്തം, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ തിരുരക്തം നമ്മളെ വീണ്ടെടുക്കുന്നു. ഈശോയുടെ തിരുരക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മുടെ പാപങ്ങൾ കഴുകുന്നു. ഈശോയുടെ തിരുരക്തം നമ്മളെ നീതീകരിക്കുന്നു. നമ്മളെ ദൈവത്തിൻ്റെ മക്കളെന്ന സ്ഥാനത്തേക്ക് അവിടുത്തെ രക്തത്തിലുള്ള ഉടമ്പടി നമ്മൾക്ക് ഉയർത്തുന്നു, നമ്മളെ കയറ്റുന്നു, സ്വീകാര്യത തരുന്നു. 4, നമ്മളെ വിശുദ്ധീകരിക്കുന്നു. 5, നമുക്ക് ജീവൻ തരുന്നു, ക്രിസ്തീയ ജീവൻ തരുന്നു. 6, ഈശോയുടെ തിരുരക്തം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി നിലവിളിക്കുന്നു. 7, ക്രിസ്തുവിൻ്റെ രക്തം നമ്മൾക്ക് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനുള്ള ധൈര്യം തരുന്നു. നീ രക്തം അവിടെ ഇരുന്നാൽ പോരാ, ആ തിരുരക്തത്തിൻ്റെ അവകാശം നേടിയെടുക്കണം. 1, നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടണം, വചനം വായിക്കണം, ഈ തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിൽ പ്രാർത്ഥിക്കണം. 2,
കൗതാശികമായ ജീവിതം വേണം. കുർബാനയും കുമ്പസാരവും വേണം. ഈ കുർബാനയിലൂടെയാണ് ആ രക്തത്തിൻ്റെ യോഗ്യത നമ്മളിലേക്ക് എത്തുന്നതെന്ന് മറക്കരുത്. 3, മാമോദീസ വ്രതം നവീകരിച്ചുകൊണ്ട് ജീവിക്കണം. 4, ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകണം. ഒരേ ഒരു വചനം നിങ്ങളോട് പറയാണ്, വെളിപാട് 12:11. കുഞ്ഞാടിൻ്റെ രക്തം ഒപ്പം അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ടാണ് അവർ തിന്മയ്ക്ക് മേൽ വിജയം വരിച്ചത്.